റോജി സാറിനൊപ്പം എന്ന ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തിന് പഠിക്കണം എന്നൊരു ടോപ്പിക്കാണ്. സർ, നമ്മുടെ സ്റ്റുഡൻസിന് എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ വരുന്നൊരു ചോദ്യമാണ്, എന്തിനാണ് പഠിക്കുന്നത്? ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് സാറിന് എന്താണ് പറയാനുള്ളത്? ശരിക്കും പഠിക്കുന്ന കുട്ടികളോട് മുഴുവൻ പേരോടും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഞാൻ സാധാരണ ധാരാളം സെമിനാറുകളൊക്കെ, കരിയർ ഓറിയൻറ്റേഷൻ ക്ലാസ്സുകളൊക്കെ വിവിധ സ്കൂളുകളിലും സെമിനാറുകളായിട്ടൊക്കെ എടുക്കുമ്പോൾ അവിടെ ചോദിച്ച് തുടങ്ങുന്ന ഒരു ചോദ്യം അതാണ്, എന്തിനാണ് പഠിക്കുന്നത്? പക്ഷേ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 99% കുട്ടികൾക്കും അറിയില്ല, ഞങ്ങൾക്ക് എന്തിനാണ് പഠിക്കുന്നതെന്ന്. അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് നാം ചെയ്യേണ്ടത്. കുട്ടികൾ ഇന്ന് സ്ട്രഗ്ലിങ്ങിലാണ് ശരിക്കും എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫീൽഡിൽ. അത് നഴ്സറി ക്ലാസ് മുതൽ ഏത് ക്ലാസ് വരെയും ആയിക്കോട്ടെ, പഠിക്കുന്ന സമയത്തൊക്കെ അവരൊരു സ്ട്രഗ്ലിങ്ങിലാണ്. ഒന്നാമത്തെ കാര്യം, ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയ കുട്ടികളെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കോവിഡിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ ഓൺലൈൻ ക്ലാസ് എന്നുള്ള രീതിയിലും മൊബൈൽ ഫോണും കുട്ടികളെ വളരെയായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയ അവരുടെ വിരൽത്തുമ്പിൽ എത്തുമ്പോൾ അതിലവർ കേൾക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് പഠിച്ചിട്ട് കാര്യമില്ല, പഠിക്കാതെ ഡ്രോപ്പ് ഔട്ട്സ് ആയവരാണ് ജീവിതത്തിൽ ഒത്തിരി ഹീറോസ് ആയി മാറിയിരിക്കുന്നത്. അങ്ങനെയുള്ളവർ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവരെ വഴിതെറ്റിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ പഠിക്കുന്ന ട്രിഗ്നോമെട്രിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഈ കണക്കുകളൊക്കെ ജീവിതത്തിൽ വല്ലതും പ്രയോജനപ്പെടുന്നുണ്ടോ? കെമിസ്ട്രിക്ക് എന്താ പ്രയോജനം? ഫിസിക്സിന് എന്താ പ്രയോജനം? ഇങ്ങനെ കുട്ടികളെ ഡീവിയേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന, അതും അല്ലെങ്കിൽ പഠനം തന്നെ വേണ്ട എന്ന് അവർക്ക് മനസ്സിൽ തോന്നിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ അതിൽ നിന്ന് മാറിയിട്ട് എനിക്ക് പഠിക്കണമെന്നൊരു കുട്ടിക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്തിനാണ് പഠിക്കുന്നത് എന്ന് ഒരു തിരിച്ചറിവ് ആദ്യം അവർക്കുണ്ടാക്കി കൊടുക്കണം. ഞാൻ ഈ ബാഗും തൂക്കി എന്തിനാണ് ഈ സ്കൂളിലേക്ക് പോകുന്നത്? അവിടെ പോയി കഷ്ടപ്പെട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുന്നത് എന്തിനാണ്? അത് നമുക്ക് ഇങ്ങനെ തന്നെ പറഞ്ഞു തുടങ്ങാം. ഒരു ജീവിതത്തിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കുണ്ട്, നോ പെയിൻ ദെർ ഈസ് നോ ഗെയിൻ. ജീവിതത്തിൽ ഒരു കഷ്ടപ്പാടില്ലാതെ ജീവിതത്തിൽ ഒരു ഗെയിൻ ഉണ്ടാവില്ല. ഈ ഒരു 10 വർഷം 12 വർഷം സ്കൂളിൽ പോകുമ്പോൾ അതൊരു കഷ്ടപ്പാട് തന്നെയായിട്ടാണ് ഈ പോകുന്ന സമയത്ത് കുട്ടികൾക്ക് തോന്നുന്നത്. എന്നാൽ നമ്മളോട് പിന്നീട് ചോദിച്ചാൽ നമ്മളൊരു പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് നമ്മുടെ ഒരു ജീവിതത്തിലൊരു മറ്റൊരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ നമ്മളോട് ചോദിക്കുക, നിങ്ങൾക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാണ് കാലഘട്ടം ഏതാണ്? ഉറപ്പായിട്ട് നമ്മൾ പറയുന്നത് സ്കൂൾ ലൈഫ് ആയിരിക്കും. സ്കൂൾ ലൈഫിലേക്ക് തിരിച്ചു പോകണമെന്ന് ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നല്ലൊരു പ്രൊഫഷനിൽ എത്തിക്കഴിയുമ്പോൾ എനിക്ക് തിരിച്ച് പഴയ സ്കൂൾ കാലഘട്ടം ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാറുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ സ്കൂൾ കാലഘട്ടം എങ്ങനെ അത് എൻജോയ് ചെയ്ത് ആ പഠനത്തിൻ്റെ ഉത്തരവാദിത്തത്തോടെ കൊണ്ടുപോകാമെന്ന് കുട്ടികളെ പഠിപ്പിക്കേണ്ട ആവശ്യം തീർച്ചയായും ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും ഇത് കൃത്യമായിട്ട് കൊടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ശരിക്കും നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ എഡ്യൂക്കേഷനാണ് വിദ്യാർത്ഥിയുടെ നാളത്തെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം നമ്മൾ ആ ഫ്യൂച്ചറുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ, ഫ്യൂച്ചറിൽ അതായത് ജീവിതത്തിലെ ഒരു 20 വയസ്സ് മുതൽ ഒരു 80 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന പല പല പ്രൊഫഷനിൽ പല പല ജോബിൽ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന പല പല പ്രശ്നങ്ങളുണ്ട്. അത് നമ്മുടെ ഒരു ജോലിയുടെ കാലഘട്ടത്തിലാവാം, അല്ലെങ്കിൽ ബിസിനസ് കാലഘട്ടത്തിലാവാം, ഏത് മേഖലയിലാണെങ്കിലും അവിടെ പല പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാറുണ്ട് അല്ലേ? പല പല പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാറുണ്ട്. ആ പ്രശ്നങ്ങളെ നമ്മൾ ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയും ഇന്ന് ഭയങ്കര പ്രോബ്ലംസ് ആണ് അല്ലേ? പക്ഷേ ഈ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്ത് കഴിയുമ്പോൾ അതെന്തായി മാറും? അത് ഈസിയായി മാറും അല്ലെ? അതൊരു ഓപ്പർച്യൂണിറ്റി ആയി മാറും. ഇന്നത്തെ കാലഘട്ടത്തിലെ നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വളരെ കുറവാണെന്ന് പറയാം. കുട്ടികൾക്ക് പ്രോബ്ലം ഫേസ് ചെയ്യാം, അവർക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ജീവിതത്തിൽ പ്രോബ്ലത്തിനെ ഫേസ് ചെയ്യുന്നവർ ഇപ്പോൾ കുറഞ്ഞു വരുമല്ലേ? തീർച്ചയായിട്ടും. ഏതൊരു പ്രൊഫഷനിൽ നിൽക്കുന്നവരും പ്രോബ്ലംസിനെ ഫേസ് ചെയ്യാൻ അവർക്ക് മടിയുണ്ട്. അപ്പോൾ അതെവിടെയാണ് മാനേജ് ചെയ്യാൻ പഠിക്കേണ്ടത്? അത് പഠിക്കേണ്ടതാണ് ഈ LKG മുതൽ +2 വരെയുള്ള സമയത്ത്. അപ്പോൾ ഈ LKG മുതൽ +2 വരെ പഠിക്കുന്ന കാലഘട്ടത്തിൽ പ്രോബ്ലംസിനെ മാനേജ് ചെയ്യാൻ പഠിക്കണം, ടൈമിനെ മാനേജ് ചെയ്യാൻ പഠിക്കണം, ഓക്കെ, സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പഠിക്കണം, മെമ്മറിയെ മാനേജ് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കെമിസ്ട്രിയോ ഫിസിക്സോ മാത്സോ ബയോളജിയോ പഠിക്കുക എന്ന് പറയുന്നത് സബ്ജക്റ്റ് പഠിക്കണം. അതിനേക്കാട്ടിലുപരി ആ പഠിക്കുക എന്നുള്ള ജോലി ചെയ്യുമ്പോൾ അവിടെ കുറേ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്.
കുറെ ക്യാരക്ടറുകൾ ഫോം ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഈ ക്യാരക്ടറാണ് നമ്മുടെ ഫ്യൂച്ചറിനെ ബെസ്റ്റ് ആക്കുന്നത്. ഓക്കെ, സബ്ജക്റ്റും പഠിക്കണം. ഓക്കെ, ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ മാത്സ് പാടാണ്, ഓക്കെ, അല്ലെ കെമിസ്ട്രി പാടാണ്. ഈ കെമിസ്ട്രിയും മാത്സും ഒക്കെ എന്തിനാണ് ജീവിതത്തിൽ നിന്ന് ചോദിച്ചാൽ അതൊക്കെ ആവശ്യമുണ്ട്. ഒരു കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഇപ്പോൾ പറഞ്ഞതുപോലത്തെ പ്രശ്നങ്ങളുണ്ടല്ലോ. അവിടെ ഒരു സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുന്നുണ്ട്, അവിടെ മെമ്മറിയെ മാനേജ് ചെയ്യുന്നുണ്ട്, അവിടെ കോൺസെപ്റ്റിനെ ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നാളെ ഒരിക്കൽ ജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നത്തിനെ ഫേസ് ചെയ്യുമ്പോഴും ഇതിനെ ഞാൻ അന്ന് മാനേജ് ചെയ്തിട്ടുള്ളത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും അത് പ്രയോജനപ്പെടുത്താമെന്ന് ഒരു കുട്ടിക്ക് തിരിച്ചറിവുണ്ടാകുന്നത് ആ ബാല്യഘട്ടത്തിലാണ് വേണ്ടത്. തീർച്ചയായിട്ടും. ഓക്കെ, പിന്നെ സബ്ജക്റ്റിനെ പഠിക്കാൻ ഇപ്പം മാത്സ്, ഇപ്പം എൻ്റെ ഒരു സബ്ജക്റ്റാണ് മാത്സ്, എൻ്റെ സബ്ജക്റ്റാണ് മാത്സ്. അപ്പം ആ മാത്സ് ഇപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മാത്സ് ടഫ് എന്ന് പറയുന്നു. ഓക്കെ, ഈ മാത്സ് ടഫ് എന്ന് പറഞ്ഞാൽ മാത്സിനകത്ത് തന്നെ 7 ഡിവിഷൻസാണ് മാത്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ഒരു ഏരിയ, നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞ വേറൊരു ഏരിയ, കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു സെപ്പറേറ്റ് ഏരിയ. ഇതൊക്കെ ഡിഫറെൻറ്റ് ഏരിയാസ് ആണ് മാത്സ്. അപ്പം ഏത് സെക്ഷനിലാണോ കുട്ടി വീക്ക് ആവുന്നത്, ഇപ്പോൾ ട്രിഗ്നോമെട്രിയിൽ ഒരു കുട്ടി ടഫ് ആയതുകൊണ്ട് മാത്സ് ടഫാന്ന് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്ത് ചെയ്താൽ മതി, ട്രിഗ്നോമെട്രിയുടെ ബേസ് ശരിയാക്കിയാൽ മതി. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ട്രിഗ്നോമെട്രി ടഫാണെങ്കിൽ ആ കുട്ടി ട്രിഗ്നോമെട്രി പഠിച്ചു തുടങ്ങുന്നത് 6ാം ക്ലാസ് തൊട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസ് ക്ലിയർ ആകാത്തത് കൊണ്ടാണ് 10ാം ക്ലാസ്സിലോ +1-ലോ +2-ലോ അതെന്ത് ചെയ്യുന്നത്, അവർക്ക് ടഫായിട്ട് അത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഏത് സബ്ജക്റ്റിനാണെങ്കിലും അവർക്ക് ടഫ്നെസ് ഫീൽ ചെയ്താൽ നമ്മൾ അവിടെ ചെയ്യേണ്ടത് അതിൻ്റെ ബേസ് ക്ലാസ്സിലുള്ള കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ പഠിക്കേണ്ട മെത്തേഡ് പഠിപ്പിക്കണം. ഇപ്പോൾ ഏത് സബ്ജക്റ്റ്, അത് കെമിസ്ട്രിയോ ഫിസിക്സോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ എന്തോ ആയിക്കോട്ടെ, ഒരു പോർഷൻ പഠിക്കണമെങ്കിൽ ആദ്യം അതിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ആകുക. കോൺസെപ്റ്റ് ക്ലിയർ ആയതിനു ശേഷം ആ കോൺസെപ്റ്റിൽ നിന്നും ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി വളർത്തിയെടുക്കണം. ഓക്കെ, അത് കൂടാതെ അങ്ങനെ അനലൈസ് ചെയ്ത് നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് അവർ പഠിക്കണം. എന്നിട്ടത് കൃത്യമായിട്ട് എഴുതാൻ പഠിക്കണം. പരീക്ഷ എന്ന് പറഞ്ഞാൽ എല്ലാം റിട്ടേൺ എക്സാമിനേഷൻസ് ആണ്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എഴുതുക എന്ന് പറയുന്നത് വലിയ ഒരു മടിയുള്ളൊരു ജോലിയാണ്. അപ്പം പരീക്ഷകളിലെല്ലാം നമ്മൾ എഴുതി തന്നെയാണ് പ്രസന്റ് ചെയ്യേണ്ടത്. അപ്പോൾ എഴുതാനുള്ളൊരു സ്കില്ലിനെ അവിടെ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ കോൺസെപ്റ്റിനെ ക്ലിയർ ചെയ്യുന്നു, ഒരു അനലൈസിങ് കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു, ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള കപ്പാസിറ്റി വളർത്തുന്നു, പ്രസന്റ് ചെയ്യാനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ സ്കില്ലുകളെല്ലാം ഒരു സബ്ജക്റ്റ് പഠിക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതെല്ലാം ഫ്യൂച്ചറിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ ജോബിലും നമുക്ക് ആവശ്യം വരും അല്ലേ. നമ്മളൊരു ജോലി ചെയ്യുന്ന സമയത്ത് ആ ജോലി കൃത്യമായിട്ട് ചെയ്യാൻ അവിടെ കുറേ അനലൈസിങ് കപ്പാസിറ്റി വേണം, അവിടെ കുറേ മെമ്മറി കപ്പാസിറ്റി വേണം അല്ലേ, അവിടെ കുറച്ച് ടൈം മാനേജ്മെന്റ് കപ്പാസിറ്റി വേണം. ആ കപ്പാസിറ്റി എല്ലാം എവിടെ ഉണ്ടാകേണ്ടതായിരുന്നു, ഈ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഒരു സബ്ജക്റ്റ് മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്. ശരിക്കും സാർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കിനെ ഒരു ചെറിയ കാര്യം ഒന്ന് മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുട്ടികളിങ്ങനെ എനിക്ക് ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ടഫാണ്, നമുക്ക് മാത്സ് തന്നെ എടുക്കാം. അപ്പം പേരൻസ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നൊരു കാര്യം, നീ അതിനെ കഷ്ടപ്പെട്ട് പഠിക്കണ്ട, ഇഷ്ടപ്പെട്ട് പഠിക്കുക, അല്ലെങ്കിൽ നിനക്ക് ആ പഠിപ്പിക്കുന്ന ടീച്ചറോട് ഇഷ്ടമില്ലാത്തത് കൊണ്ട്. പക്ഷേ അതൊന്നും അല്ല, അതിൻ്റെ പിന്നിൽ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും എന്ന ആ ഒരു ചിന്തയാണ് ശരിക്കും പറഞ്ഞാൽ. പഠിക്കുന്ന സമയത്ത് നമ്മൾ 2 കുട്ടികളെ നോക്കിയാൽ മതി. അതായത് ഒന്നുകിൽ ജീവിതത്തിൽ കഷ്ടപ്പെടുന്നവർ, ഈ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത്, ജീവിതത്തിൽ പഠിക്കുന്ന സമയത്ത് കഷ്ടപ്പെടുന്നവർ തന്നെ പഠിക്കും. ഓക്കെ, 2 പഠനത്തിനെ ഇഷ്ടപ്പെടുന്നവർ തന്നെ പഠിക്കും. അത് രണ്ടും ഓക്കെയാണ്. പക്ഷേ 99% ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നോക്കിയാൽ കഷ്ടപ്പെടുന്ന കുട്ടികളില്ല. ഓക്കെ, അവർക്ക് ആവശ്യത്തിൽ കവിഞ്ഞതെല്ലാം കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ കഷ്ടപ്പെടിന്റെ ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ, 2 ഈ പഠിക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നവരും കുറവാണ്. ഓക്കെ, അപ്പം ഇത് രണ്ടുമല്ലാതെ ബാക്കിയുള്ള കുട്ടികളെയും കൂടെ, കഷ്ടപ്പെടുന്നവരെയും ഇഷ്ടപ്പെടുന്നതും അല്ലാത്ത കുട്ടികളെയും കൂടെ ഈ പഠനം എന്നത് എൻ്റെ ആവശ്യമാണെന്നും ഇപ്പോഴത്തെ എടുക്കുന്ന പഠന രീതിയിൽ ഞാൻ ഡെവലപ്പ് ചെയ്യുന്നതിലൂടെയാണ് എൻ്റെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളുടെയും മനസ്സിലിരിക്കുന്നത് ഒരു 40 വയസ്സാവുമ്പോഴാണ് എൻ്റെ ഫ്യൂച്ചർ എന്നാണ്. മനസ്സിലായി? ശരിക്കും 18ാമത്തെ വയസ്സിൽ
ഒരു കുട്ടി ഫ്യൂച്ചറിൽ എത്തിക്കഴിഞ്ഞു. സെൽഫ് ഏൺഡ് പൊസിഷനിലേക്ക് എത്തേണ്ട രീതിയിലാണ് കാലഘട്ടത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. പക്ഷെ അവിടെയും ഈ ഒരു ചിന്ത പലർക്കും പഠിക്കണ്ട, എനിക്ക് ഇപ്പോൾ 18 വയസ്സായി, ഞാൻ എന്തായാലും പഠനത്തോടൊപ്പം തന്നെ പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ട്, അപ്പം എൻ്റെ കയ്യിൽ അത്യാവശ്യം ക്യാഷൊക്കെ വരുന്നുണ്ട്, അപ്പം ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കണോ, അല്ലെങ്കിൽ ഇത്രയും ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പഠിക്കണോ എന്നുള്ളൊരു ചിന്തയും പലരിലേക്കും വരുന്നില്ലേ? ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കണോ എന്നുള്ളതിനകത്ത് അവിടെ അത് ഒരു തെറ്റിദ്ധാരണയാണ്. കാര്യം ഇപ്പം നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു +2 കഴിഞ്ഞാൽ മജോറിറ്റി സ്റ്റുഡൻസും വിദേശത്ത് പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ വലിയ ഉയർന്ന ഫീസ് കൊടുത്ത് വിദേശത്തൊക്കെ പോയി പഠിക്കാൻ. ഇപ്പോൾ ഒരു MBBS കോഴ്സ്, അല്ലെങ്കിൽ കൂടുതൽ കുട്ടികളും വിദേശത്ത് പോയി പഠിക്കുന്നത് MBBS അല്ലെങ്കിൽ BSc നഴ്സിംഗ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് സെക്ഷനിലുള്ള കോഴ്സുകൾ. ഇതൊക്കെ വിദേശത്ത് പോയി പഠിക്കുന്നത് 50 ലക്ഷവും 40 ലക്ഷം രൂപ മുടക്കി അതിന് ലോൺ എടുത്ത് വീടിൻ്റെ പണയം കൊണ്ട് വെച്ചിട്ടൊക്കെയാണ് പോകുന്നത്. പക്ഷെ ആ സ്ഥാനത്ത് നല്ല ഉയർന്ന പെർസെൻറ്റേജ് മാർക്കുകളോടെ +2 അല്ലെങ്കിൽ ആ സമയത്തുള്ള എൻട്രൻസ് പരീക്ഷകളൊക്കെ ജയിച്ചാൽ ഇന്ത്യയിൽ ഈ കോഴ്സുകളെല്ലാം 100% ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സാധ്യതകളാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. ഇപ്പോൾ ഒരു BSc നഴ്സിംഗ് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ 5000 രൂപയുള്ളൂ ഫീസ്. ഒരു എയിംസിൻ്റെ ക്യാമ്പസിൽ BSc നഴ്സിംഗ് പഠിക്കണമെങ്കിൽ 500 റുപ്പീസാണ് ഒരു വർഷത്തെ ഫീസ്. 4 വർഷം പഠിക്കണമെങ്കിൽ 2000 റുപ്പീസേ ആവുള്ളൂ. കേരളത്തിൽ, ഇന്ത്യയിലെ മുഴുവൻ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകളിൽ BSc നഴ്സിംഗ് പഠിക്കാൻ മാക്സിമം ഫീസ് 15,000 ആണ്. ഓക്കെ, അപ്പം നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ സാധ്യതകളില്ലേ? 15,000-ന് അല്ലെങ്കിൽ 500-ന് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് പഠിക്കാൻ BSc നഴ്സിംഗ് ഇവിടെ ഓപ്പൺ ആണ്. MBBS പഠിക്കണമെങ്കിൽ എയിംസിൽ പഠിച്ചാൽ 5,000 ഉള്ളൂ ഒരു വർഷത്തെ ആനുവൽ ഫീസ്. ഗവൺമെൻറ് കോളേജുകളിലാണെങ്കിൽ 25,000 ഉള്ളൂ ഫീസ്. ഓക്കെ, ആ സ്ഥാനത്താണ് നമ്മൾ ഈ 50 ലക്ഷം മുടക്കി വിദേശത്തേക്ക് പോകും. അവിടെയാണ് നമ്മൾ പഠിക്കുന്ന ടൈമിൽ കഷ്ടപ്പാട്, ആ ഒരു കഷ്ടപ്പാടിന്റെ വില അറിയണത്. ഇത്രയും പൈസ മുടക്കി ഞാൻ പഠിക്കുന്നത് എന്തിനേന്ന് ചോദിച്ചാൽ അതിന്റെ ആവശ്യമില്ല. ഇവിടെ നമുക്ക് സൗജന്യമായിട്ട് പഠിക്കാവുന്ന, ഫ്രീയോട്ട് പഠിക്കാൻ പറ്റുന്ന സാധ്യതകളിലേക്ക് ഈ പഠനം ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ അവർക്ക് എത്താൻ സാധിക്കും. നമ്മുടെ ആ റൂട്ട് ഒന്ന് റെഡി ആക്കിയാൽ മതി. റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അതിലേക്ക് തന്നെ വരികയാണ്. എങ്ങനെ പഠിക്കണം എന്ന് അവരെ പഠിപ്പിക്കണം. ഒത്തിരി എഡ്യൂക്കേഷൻ സിസ്റ്റം ഡെവലപ്ഡ് ആകുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും എങ്ങനെ പഠിക്കണം എന്ന് പഠിപ്പിക്കുന്നില്ല. അപ്പം തീർച്ചയായിട്ടും ഇതിനകത്ത് ഏറ്റവും സ്ട്രെസ് കൊടുത്ത് എനിക്ക് പറയാനുള്ളത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഒരു കുട്ടിയെ പഠിപ്പിക്കണം. അവിടെ അധ്യാപകർക്കും പേരൻസിനും ഉള്ളൊരു ഉത്തരവാദിത്തം എങ്ങനെയാണ്? തീർച്ചയായിട്ടും നമ്മളൊരു പഠനത്തിൽ 50% റോള് ഒരു സ്റ്റുഡൻറ്റിൻ്റെ കയ്യിൽ തന്നെയാണ്. ഒരു 30% റോള് മാത്രമേ ടീച്ചേഴ്സിനുള്ളൂ, 20% റോളാണ് പേരൻസിനുള്ളത്. ഈ പെർസെൻറ്റേജ് ഒക്കെ മാറ്റി വെച്ചിട്ട് നോക്കിയാൽ പോലും അത് 20% ഉള്ള പേരൻ്റ് ആണെങ്കിലും 30% ഉള്ള ടീച്ചറാണെങ്കിലും പഠിക്കുക എന്ന് പറയാറുണ്ട്. പക്ഷേ എങ്ങനെ പഠിക്കണമെന്ന് വീണ്ടും അതിലേക്ക് വരികയാണ്, പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ ഈ സെഷനിലൂടെ നമ്മൾ പറയുന്നത് അതിനുള്ളൊരു ആൻസറിലേക്ക് പോയാൽ പഠിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കണം, എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കണം, എങ്ങനെയാണ് മെമ്മറി കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് പഠിപ്പിക്കണം, എങ്ങനെയാണ് സ്ട്രഗിളിങ്ങിൽ നിന്ന് ഓപ്പർച്യൂണിറ്റിയെ ക്രിയേറ്റ് ചെയ്യാവുന്നത് പഠിപ്പിക്കണം. ഇതാണ് നമ്മുടെ ഒരു നല്ല ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ കൊടുക്കേണ്ടത്. ഇത് കൊടുത്താൽ ഒരു വിദ്യാർത്ഥി തന്നെ പഠിക്കാൻ മനസ്സിൽ ഇഷ്ടത്തോടെ പഠിക്കാൻ തുടങ്ങും. കഷ്ടപ്പെട്ട് പഠിക്കുന്നതിൽ നിന്ന് ഇഷ്ടപ്പെട്ട് പഠിക്കുന്നതിലേക്ക് അവർ എത്തും. അങ്ങനെ ഒരു ഇഷ്ടത്തോടെ പഠിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നല്ല വിജയം നേടും എന്നതും ഉറപ്പാണല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരുപാട് മാറിയിട്ടുണ്ട്. ഒരുപാട് സാധ്യതകൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മുന്നിലുള്ളപ്പോഴും എങ്ങനെ പഠിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നില്ല എന്നതും നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അപ്പം സാറ് വളരെ ക്ലിയറായിട്ട് കുറേയധികം കാര്യങ്ങൾ, അതായത് എങ്ങനെ പഠിക്കണം, പഠനത്തെ കൂടുതൽ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്നതിനെക്കുറിച്ച്, അത് ഈ പറയുന്ന പോലെ കുട്ടികളുടെ ആണെങ്കിലും മാതാപിതാക്കളുടെ ആണെങ്കിലും ടീച്ചേഴ്സിൻ്റെ ആണെങ്കിലും ഭാഗത്തു നിന്നുള്ള ആ ഒരു എഫേർട്ട് എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് നമ്മൾ ഈ ഒരു സെഷനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഒരു ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സ്കൂൾ കോളേജ് കാലഘട്ടം എത്രത്തോളം മികച്ചതാക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ട് ആൽഫ നമുക്ക് ഇവിടെ റെഡിയാണ്, നമ്മുടെ ടീം ഇവിടെ റെഡിയാണ്. സർ, എങ്ങനെയാണ് ഇനി അങ്ങോട്ടുള്ള കുട്ടികൾ? എല്ലാവരും പഠിക്കുന്നുണ്ട്, പക്ഷെ അതിൽ ഒരു നല്ല കരിയർ ഗൈഡൻസ്, നല്ലൊരു പേഴ്സണൽ കെയറിങ്, അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം എന്നുള്ള ടിപ്പുകൾ കിട്ടുന്ന കുട്ടികൾ ഭയങ്കരമായ ചേഞ്ച് അവരിൽ
ഉണ്ടാകാറുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് ആൽഫ അക്കാഡമിക്ക് അല്ലെങ്കിൽ എനിക്ക് നമ്മുടെ ഒരു ടീമിന് നിങ്ങളെ ഓരോരുത്തരെയും ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾക്കുള്ള കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ സ്റ്റഡി ടിപ്പിൻ്റെ സ്ട്രാറ്റജികളോ അല്ലെങ്കിൽ പഠനം ഈസി ആക്കാനുള്ള മെമ്മറി ടെക്നിക്സുകൾ, സ്ട്രെസ് മാനേജ്മെൻറ്റ്, ടൈം മാനേജ്മെൻറ്റ്, ഇതുപോലുള്ള എന്തും തരാൻ ഞങ്ങൾ റെഡിയാണ്. നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാവുന്നതാണ്. നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. തീർച്ചയായിട്ടും നമ്മൾ അതിനുള്ള റിപ്ലൈസ് തരുന്നതായിരിക്കും. അപ്പോൾ പഠനത്തെ കൂടുതൽ ഈസി ആക്കാം. അതിന് കുറുക്ക് വഴികളല്ല, ഏറ്റവും മികച്ച വഴികൾ തേടാൻ വേണ്ടിയിട്ട് ആൽഫ നിങ്ങളെ സഹായിക്കും. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു.